ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി അറബിക് സ്നാക്ക് ആയിട്ടുള്ള ഫലാഫലാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 8-9 മണിക്കൂർ കുതിർത്തെടുക്കണം. ഇനി നമുക്ക് കടല മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന ആ രൂപത്തിൽ പൊടിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടല എടുക്കാം. ഞാൻ ഈ കടലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ കടല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു സവാളയാണ്. ഞാൻ ചെറുതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. പിന്നെ ഇതിലോട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഒക്കെ എല്ലാം ആവശ്യത്തിന് എടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് കറക്റ്റ് നമുക്കറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിലോട്ട് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലോ നമ്മുടെ ചോപ്പറിലോ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഒരു രൂപത്തിൽ വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കടലൻ്റെ മിക്സ് വേറൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെ ആ കൂട്ട് നമ്മൾ ഈ കടലൻ്റെ ഈ മിക്സിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഓരോ ബോൾസാക്കി മാറ്റിയെടുക്കണം. ഇതിലോട്ട് ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ 2 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബോൾസ് ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബോൾ പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് കയ്യിലൊന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഏത് ആകൃതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ ഫലാഫൽ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ പരിപ്പ് വട എന്ന് വേണമെങ്കിലും നമുക്കിതിന് പറയാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.